പ്രൈസ് ദി ലോർഡ്. 42-ാം സങ്കീർത്തനം 11-ാം വാക്യം. എന്റെ ആത്മാവേ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എന്റെ മുഖപ്രകാശക രക്ഷയും എന്റെ ദൈവം എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിരാശകൾ കടന്നു വരാറുണ്ട്. ഭാരങ്ങളും ഭയങ്ങളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരാറുണ്ട്. എന്തായി തീരും, എങ്ങനെയായി തീരുമെന്നു തുടങ്ങി അനവധി ചോദ്യങ്ങൾ ഹൃദയത്തിൽ പൊങ്ങി വരുമ്പോൾ ഈ പ്രഭാതത്തിൽ ഈ വചനത്തിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കുകയാണ്, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുവാൻ. അതെ, ഹന്നായുടെ ജീവിതത്തിൽ അവൾ ഒട്ടനവധി ഭാരത്തോടു കൂടിയായിരുന്നു. തലമുറയില്ലാത്ത വിഷയത്തിൽ നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ ജീവിതത്തിൽ ഏറ്റുവാങ്ങിയവൾ ആലയത്തിൽ ചെന്ന് തന്റെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകർന്നവർക്ക് വേണ്ടി മറുപടികളെ ദൈവം കൊടുക്കുവാനിടയായി തീർന്നു. ആലയത്തിലിരുന്ന ദൈവസന്നിധിയിൽ ഹൃദയത്തെ പകർന്നപ്പോൾ അവൾ ഭവനത്തിലേക്ക് തിരികെ പോകുമ്പോൾ ദൈവവചനത്തിലൂടെ നാം മനസ്സിലാക്കുന്നു, പിന്നെ അവളുടെ മുഖം വാടിയതുമില്ല. അതെ, ഏലിയാവിന്റെ ജീവിതത്തിൽ നിരാശയോടെ താൻ ചൂരച്ചെടിയുടെ തണലിൽ അഭയം പ്രാപിക്കേണ്ടി ആയതായി വന്നു. എന്നാൽ അതിന്റെ ഒക്കെ നടുവിൽ അതിനെ തട്ടി ഉണർത്തി അവൻ ധൈര്യം കൊടുത്ത് ആ ദൈവകൃപ പകർന്ന് മുൻപോട്ട് നടത്തിയ ദൈവം. അത് ഈ വചനങ്ങളിലൂടെ കർത്താവ് നമ്മളോട് പറയുകയാണ്, ദൈവത്തിൽ കൂടുതൽ പ്രത്യാശ വയ്ക്കുവാൻ, നിരാശകളെ മാറ്റുവാൻ, ഞരക്കത്തിന്റെ അനുഭവങ്ങളെ മാറ്റുവാൻ, ഹൃദയത്തെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത്, നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തിൽ പ്രത്യാശ വെച്ച് മുൻപോട്ട് പോകുവാൻ ഈ വചനങ്ങളിലൂടെ കർത്താവ് ഇന്ന് പകൽ സംസാരിക്കുന്നു. ആകയാൽ ധൈര്യത്തോടു കൂടി മുൻപോട്ട് പോകുവാൻ കർത്താവിന്റെ വചനം പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ വചനങ്ങളാൽ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ.